ഹായ് ഗായ്സ്, സൺഡേ ചാറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് എരുമപ്പെട്ടി സേക്രഡ് ഹാർട്ട് ഫൊറോന ചർച്ചിലേക്കാണ്. അവിടുത്തെ അധ്യാപകരോടും വിദ്യാർത്ഥികളോടൊപ്പമാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. ദാനധർമ്മം, അതാണ് നമ്മൾ അവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. അപ്പൊ നമുക്ക് പോയാലോ? സോ ലെറ്റ്സ് ഗോ വിത്ത് ജീസസ് ആൻഡ് ലെറ്റ്സ് ചാറ്റ് വിത്ത് ജീസസ്. തൃശൂരിലെ പുരാതന ദേവാലയങ്ങളിൽ ഒന്നാണ് എരുമപ്പെട്ടി തിരുഹൃദയ ദേവാലയം. അതിരൂപതയിലെ 12 പള്ളികളുടെ തലപ്പള്ളി. എരുമപ്പെട്ടി ഇടവകയുടെ സ്വപ്നമായ തിരുഹൃദയത്തിന് അനുയോജ്യമായ പുതിയ പള്ളി ഈ മണ്ണിൽ ഉയർന്നു വരികയാണിപ്പോൾ. 2023 സെപ്റ്റംബർ 10 സിറോ മലബാർ സഭയുടെ ശ്രേഷ്ഠ മെത്രാപ്പൊലീത്ത കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവാണ് പുതിയ ദേവാലയത്തിന് തറക്കല്ലിട്ടത്. ഈ കാണുന്നത് 1893 പണിത എരുമപ്പെട്ടിയിലെ ആദ്യ ദേവാലയമാണ്. ആ കാലത്തെ തൃശ്ശൂർ മെത്രാൻ അഭിവന്യ അഡോൾഫ് മെഡലിക്കോട്ട് പിതാവ് നൽകിയ അനുമതിയോടെ ഉയർന്നു വന്ന ഈ ദേവാലയത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ച് ആദ്യ കുർബാന അർപ്പിച്ചത് അന്നത്തെ വികാരി ബഹുമാനപ്പെട്ട ഇരുമ്പൻ വർഗീസ് അച്ഛനാണ്. ഈ ദേവാലയം 1992 എരുമപ്പെട്ടി ഫൊറോന പള്ളിയായി ഉയർത്തപ്പെട്ടത്. പുതിയ ദേവാലയം നിർമ്മാണത്തിലുള്ളതിനാൽ താൽക്കാലികമായ ഈ ഇടത്തിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത്. 20 കുടുംബ കൂട്ടായ്മകളും 620 വീടുകളും 7 കുരിശുപള്ളികളുമായി സർവ്വ ഐശ്വര്യങ്ങളോടുകൂടി എരുമപ്പെട്ടി തിരുഹൃദയ ദേവാലയം തലയെടുപ്പോടെ നിൽക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തിന്റെ അനുഗ്രഹത്താലാണ്. നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് എരുമപ്പെട്ടി സേക്രഡ് ഹാർട്ട് ഫൊറോന ചർച്ചിന്റെ വികാരിയും കൊച്ചനും കൈക്കാരന്മാരുമാണ്. നമുക്ക് ഈ ഇടവകയെ കുറിച്ചും ഇവിടുത്തെ ആ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് അച്ഛനോട് സംസാരിക്കാം. അച്ഛാ, സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് ദാനധർമ്മത്തെ കുറിച്ച് സംസാരിക്കാനാണ്. ഇവിടുത്തെ മക്കളോടൊപ്പം ആയിരിക്കുന്നത്. ഷാലോൺ ടിവിയുടെ സൺഡേ ചാറ്റിന്റെ പ്രവർത്തകർക്ക് എരുമപ്പെട്ടി തിരുഹൃദയ ദേവാലയത്തിലേക്ക് പ്രത്യേകം സ്വാഗതം. എരുമപ്പെട്ടി ഇടവക തൃശ്ശൂർ അതിരൂപതയിലെ തന്നെ പ്രഥമ തിരുഹൃദയ ദേവാലയമാണ്. എരുമപ്പെട്ടി ഇടവക തിരുഹൃദയ പുതുതായിട്ടൊരു ദേവാലയം പണിതുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇടവകയിൽ 620 വീടുകളാണുള്ളത്. അതുപോലെ തന്നെ വിശ്വാസ പരിശീലനത്തിന് 350 കുട്ടികളുണ്ട്. 34 ടീച്ചേഴ്സാണ് അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. എരുമപ്പെട്ടി ഇടവകയിൽ ഒരു ദേവാലയം പണിയണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ 620 വീടുകളെ ഉള്ളൂ എങ്കിലും ഞങ്ങളുടെ ആളുകളെല്ലാം വലിയ മനസ്സിന്റെ ഉടമകളായതുകൊണ്ട് തന്നെ വലിയൊരു ദേവാലയം, തിരുഹൃദയത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ദേവാലയം പണിയണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഈ പള്ളിപ്പണിക്ക് വേണ്ടിയിട്ട് വലിയ സംഖ്യ തന്നെ ആരുടെയും നിർബന്ധം കൂടാതെ തന്നെ അവര് സ്പോൺസർ ചെയ്യാമെന്ന് സമ്മതിക്കുകയുണ്ടായി. ഒരു 7 കോടിയോളം രൂപ അവര് യാതൊരു നിർബന്ധവും കൂടാതെ തന്നെ സ്പോൺസർ ചെയ്യുകയുണ്ടായി. മൊത്തം 10 കോടിയുടെ പള്ളിയാണ് ഞങ്ങൾ പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ പള്ളിപ്പണി നടക്കുമ്പോൾ തന്നെ ഇന്നത്തെ നിങ്ങളുടെ വിഷയമായ ദാനധർമ്മവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ 4 വർഷം കൊണ്ടാണ് ഈ പള്ളിപ്പണി പൂർത്തിയാക്കുന്നത്. ഈ 4 വർഷവും ഓരോ വീട് വീതം പുതുതായിട്ട് നിർമ്മിച്ച് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മിഷനിലെ ഒരു ചെറിയ പള്ളി പണിതു കൊടുക്കണം. അങ്ങനെ മൊത്തം 50 ലക്ഷയുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആളുകളെല്ലാവരും വളരെ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ സ്വപ്നം പൂവണിയാനായിട്ട് തിരുഹൃദയം ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് ദാനധർമ്മം? എപ്രകാരമാണ് നമ്മൾ ചെയ്യേണ്ടത്? ബൈബിളിൽ ദാനധർമ്മത്തെക്കുറിച്ച് നാം എന്തൊക്കെയാണ് കാണുന്നത്? തുടങ്ങിയ വിഷയമാണ് നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ കാണാൻ പോകുന്നത്. സൺഡേ ചാറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. സോ ലെറ്റ്സ് പ്രേസ്. ബൈബിളിൽ ദാനധർമ്മത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? ബൈബിളിൽ ദാനധർമ്മത്തെക്കുറിച്ച് ആദ്യം മുതൽ അവസാനം വരെയും പ്രതിപാദിക്കുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഈശോ തന്നെയും പല അവസരങ്ങളിലും ദാനധർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളുടെ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാണ്ടിരിക്കട്ടെ. അങ്ങനെ പല കോട്ടുകളും നമുക്ക് ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് കൊട്ടിഘോഷിക്കപ്പെടുകയും അല്ലെങ്കിൽ അത് മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാനുള്ള ഒരു വിളിയും കൂടി നമുക്ക് ബൈബിളിൽ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദാനധർമ്മം എപ്രകാരമാണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ചെയ്യേണ്ടത്? നാം ദാനധർമ്മം ചെയ്യുമ്പോൾ വളരെ നല്ല മനസ്സോടു കൂടി വേണം ചെയ്യാൻ. നമുക്കുള്ളതിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുക്കുന്നതിൽ ഉള്ള സന്തോഷം നമുക്കുണ്ടാകണം. അടുത്ത വിഷയം എന്താണെന്ന് വെച്ചാൽ, പണത്തിന് പുറമെ നമുക്ക് എന്തെല്ലാമാണ് ദാനധർമ്മം ചെയ്യാൻ സാധിക്കുന്നത്? പണത്തോണ്ട് മാത്രമല്ല നമുക്ക് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ പറ്റുന്നത്. നല്ല വാക്കുകളായിരിക്കാം. ഇപ്പോൾ ഒരാൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അവരോട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ദാനമാണ്.
അതുപോലെ തന്നെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കുക, ഒരാളെ കേൾക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലത്തൊക്കെ നമുക്ക് വേണ്ടത്. അപ്പോൾ അവരെ ഒന്ന് കേൾക്കുക. അതുപോലെ തന്നെ അറിവില്ലാത്ത ആൾക്കാർക്ക് നല്ല അറിവുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദാനമാണ്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക, ഒരു നല്ല പുഞ്ചിരി, ഇതൊക്കെയാണ് നമുക്ക് ദാനമായിട്ട് പണമല്ലാതെ ചെയ്യാൻ പറ്റുന്നത്. പണം മാത്രമല്ല, മറ്റുള്ളവരോടുള്ള നല്ല പെരുമാറ്റം കൊണ്ടും അതൊക്കെ വഴി നമുക്ക് അവരെ സഹായിക്കാൻ അതിനൊക്കെ പറ്റും. പിന്നെ ഈ ദാനം പറയുന്നത് വെച്ചാൽ നമ്മൾ രഹസ്യമായിട്ട് ചെയ്യേണ്ടതാണ്. അത് നമ്മൾ മറ്റുള്ളവർ ചെയ്തുകൊണ്ട് ഔദാര്യമല്ല, അത് നമ്മുടെ കടമയാണ്. തിരുസഭ പറയണമുണ്ട്, നമ്മുടെ കിട്ടുന്ന വരുമാനം നിശ്ചിത ശതമാനം പാവപ്പെട്ടവർക്കായിട്ട് കൊടുക്കണമെന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, മാഷിന്റെ ഒരു അഭിപ്രായം എന്താണ്? നമ്മൾ ദാനധർമ്മം എന്ന് പറയുമ്പോൾ പണമാണോ, അല്ലെങ്കിൽ അതിന് പുറമെ നമ്മൾ എന്തൊക്കെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്? എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ബൈക്കിൽ പോയായിരുന്നു. അപ്പോൾ 2 സുഹൃത്തുക്കൾ ബൈക്ക് തള്ളി പോകുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ബൈക്കിൽ പോകുന്നവർക്ക് അറിയാം, ബൈക്ക് തള്ളി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പഞ്ചർ അല്ലെങ്കിൽ പെട്രോൾ കഴിഞ്ഞിട്ടുണ്ടാകും. ചോദിച്ചാൽ പെട്രോൾ കഴിഞ്ഞു, അവർക്ക് 1 കിലോമീറ്റർ കൊണ്ട് ബൈക്ക് തള്ളിയാലേ എത്തുള്ളൂ. അപ്പോൾ പറഞ്ഞു, കയറിക്കോ, ഞാൻ കൊണ്ടുപോയി വിടാം. അപ്പോൾ അവരെ പോയിട്ട് പെട്രോൾ മേടിച്ച് കൊടുത്തില്ല, പെട്രോൾ മേടിച്ച് തിരിച്ചവിടെ കൊണ്ട് ഇറക്കി കൊടുത്തു. സത്യത്തിൽ അവർക്ക് വലിയ സന്തോഷമായിരുന്നു. അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് ഞാൻ വേറൊരു ജില്ലയിൽ 150 കിലോമീറ്റർ അപ്പുറത്ത് ചെന്നപ്പോൾ എൻ്റെ ബൈക്ക് കിക്കർ ലോക്കായി. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുത്തൻ നേരിട്ട് ഓടി വന്ന്, അവൻ്റെ ബൈക്ക് മെക്കാനിക്കാണ്. അവൻ വന്നിട്ട് വളരെ പെട്ടെന്ന് അടുത്ത തന്നെ വർക്ക്ഷോപ്പിൽ പോയി അതിൻ്റെ പാർട്സ് സാധനം കൊണ്ടുവന്ന് സെറ്റാക്കി തന്ന്. നമ്മൾ ചെയ്ത ഒരു ദാനധർമ്മത്തിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 48 മണിക്കൂറിനകം തന്നെ, ഇത് ആരും അറിയാത്തൊരു പ്രവൃത്തിയായിരുന്നു. പക്ഷേ അത് അവൻ പ്രതിഫലം പോലും മേടിക്കാതെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ചെയ്യുന്നു. വലിയ സന്തോഷം. ഓക്കെ, മോൾക്ക് എന്തോ പറയാനുണ്ടല്ലോ? എൻ്റെ കൂട്ടുകാരി ഇതേപോലെ ഒരു പാനില്ലാണ്ട് വിഷമിക്കുന്ന സമയത്ത് ഞാൻ അവൾക്ക് പാന കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബസ്സിലൊക്കെ ആൾക്കാർ വയ്യാത്തവരൊക്കെ വരുമ്പോൾ അവർക്ക് സീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കൈ കൊടുക്കാം. ഞാനൊരു യാത്ര പോയപ്പോൾ ഒരു വഴിയിൽ ഒരു അമ്മാമ്മയും അപ്പാപ്പനും ഉണ്ടായിരുന്നു. അപ്പാപ്പന് കാലൊടിഞ്ഞിരിക്കായിരുന്നു. അവർക്ക് ചികിത്സയ്ക്കുള്ള പൈസ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അവർ ലോട്ടറി വിറ്റിട്ടായിരുന്നു നടക്കുന്നുണ്ടാകുന്നത്. അപ്പം ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഒരു 2 ലോട്ടറി എടുത്ത് അവരെ സഹായിച്ചു. പിന്നെ അവരുടെ കയ്യിൽ കുറച്ച് പൈസയും കൊടുത്തിട്ട് അവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 3-ലോ 4-ലോ അങ്ങോട്ട് പഠിക്കുമ്പോഴാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ആ സമയത്ത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കാൻ കുറച്ച് ബാക്കായിട്ടുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ ആരും മൈൻഡ് ചെയ്യില്ല, അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു അവൾ. അപ്പോൾ അവൾക്ക് പഠിക്കണം അവൾ പെട്ടെന്ന് പഠിക്കും, പക്ഷേ പഠിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്, അവൾക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവളെ നന്നായി പഠിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ തുടർന്ന് അവൾ നല്ല മാർക്കൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഇവിടെ ഇതുവരെ ഓരോരുത്തരുടെ റേഞ്ചിനൊത്ത് കുട്ടികളാണ്. ഇപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, വർക്കിനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരെ കണ്ടു കഴിഞ്ഞാൽ പൈസ മേടിക്കാൻ തന്നെ തോന്നില്ല. കാരണം അത്രയും പ്രശ്നത്തിലൊക്കെ ആയിരിക്കുന്നവരുണ്ടാവാം സാമ്പത്തികമായിട്ട്. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ കഴിവെന്ന് പറയുന്നത് നമ്മുടെ ജോലിയാണ്. ആ ജോലി നമുക്ക് ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ പല അനുഭവങ്ങളും ഇപ്പോഴും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നമുക്കത് ഇരട്ടിയായിട്ട് ദൈവം തരുന്ന പല സാഹചര്യങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അപ്പം എനിക്ക് കുട്ടികളുടെ അടുത്തൊക്കെ പറയാനുള്ളത്, നമ്മുടെ കഴിവ് എന്താണെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിക്കുകയാണ്, ഭാവിയിൽ നമ്മൾ എന്തായി മാറുന്നോ ആ ഒരു കഴിവ് ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ ഈശോ അത് നഷ്ടം കൂടാതെ നമുക്ക് പ്രതിഫലമായിട്ട് തരും. ടീച്ചറിനുണ്ടായ ഒരു അനുഭവം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നു ടീച്ചറെ. കഴിഞ്ഞ ആഴ്ചയുടെ മുൻപത്തെ ആഴ്ച നമ്മുടെ ഇടവകയിൽ നിന്ന് പീസ് ഹോമിലേക്ക് പോയിരുന്നു. അപ്പം നമ്മുടെ കുഞ്ഞുമക്കൾ മറന്നതാണോ എന്നറിയില്ല പറയാനായിട്ട്, അവരെല്ലാവരും തന്നെ സഹകരിച്ച് പീസ് ഹോമിലേക്ക് വേണ്ട കുറേ സാധനങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. എല്ലാവരും, ഞാൻ പള്ളിയിൽ കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്ത് നോക്കിയപ്പോൾ എല്ലാവരും തന്നെ സമർപ്പിക്കാനായിട്ട് അവർക്ക് പറ്റുന്ന സാധനങ്ങൾ സമർപ്പിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഇടവകയിൽ നിന്ന് കുറച്ച് പേര് പോകുകയും അവരെ അവിടെ ശുശ്രൂഷിക്കാനും എല്ലാത്തിനും നമ്മുടെ മക്കളും എല്ലാവരും സമയം കണ്ടെത്തിയിരുന്നു. തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ ഈശോയ്ക്ക് കൊടുക്കാനും ഈ മക്കൾ തയ്യാറാണ്. ഇവരുടെ മനോഹരമായിട്ടുള്ള ഒരു ഡാൻസ് കണ്ടാലോ?
മർത്യനു പേരും രൂപവുമേകി ആദം ആദം ആദത്തിനുടെ അസ്ഥിയിൽ നിന്നും പെണ്ണിനു രൂപം നൽകി ദൈവം ഹൗവ. പറുദീസ എന്നൊരു തോട്ടത്തിലവരെ പരമസുഖത്തോടെ വാണിടുവാൻ. പറുദീസ എന്നൊരു തോട്ടത്തിലവരെ പരമസുഖത്തോടെ വാണിടുവാൻ പരിചൊടു കൽപ്പന നൽകിയയച്ചു പരമപിതാവാം ദൈവം. കരുണ കാട്ടുന്ന വലിയ തമ്പുരാൻ കരുതലോടേകിയെല്ലാം. പാമ്പിന്റെ രൂപത്തിലെത്തിയോരാ പൈശാചിക ശക്തി തന്റെ വാക്കിൽ. പാമ്പിന്റെ രൂപത്തിലെത്തിയോരാ പൈശാചിക ശക്തി തന്റെ വാക്കിൽ. വീണുപോയ പെണ്ണു തീക്കനി തിന്നു കൽപ്പന ലംഘിച്ചു പാപമേറ്റു. തീരുവാനുള്ളോരാശയിൽ ദൈവത്തിൻ കൽപ്പന ലംഘിച്ചവർ ഉള്ളതുപോലും നഷ്ടമായി ദിവ്യ പറുദീസയിൽ നിന്നും പടിയിറങ്ങി. കാലം തികഞ്ഞപ്പോൾ കൺമണിയായി കായേനും ആബേലും പിറന്നു. താഴത്തു വയ്ക്കാതെ ആദവും ഹൗവയും താരാട്ടുപാടി നിർവൃതി. കായേൻ വളർന്നു കരുത്തനായി കാരിരുമ്പിൻ കട്ടിയുള്ളിലേറി. ആബേൽ വളർന്നു വിനീതനായി ആട്ടിടയൻ നല്ലൊരാട്ടിടയൻ. അരുമയമാടിനെ കാഴ്ചവെച്ചു ആബേൽ ദൈവാനുഗ്രഹം ഏറ്റുവാങ്ങി. നല്ലതു ദൈവത്തിൻ സന്നിധേകാത്ത കായന്റെ ബലിയോ തിരസ്കൃതമായി. അതു കണ്ട കായന്റെ ചങ്കിനുള്ളിൽ കലിയേറി കാലുഷ്യം പെരുകി വന്നു. കലിതുള്ളി പകയേറി കായേനെന്നാൾ പാവമാവേലിനെ കൊന്നുവല്ലോ. സോദര ചോരയാൽ ആദ്യമായി ഭൂമി നനച്ചവൻ ശാപമേറ്റു.
ഓക്കെ, ഇനി അടുത്തത് നമ്മളൊരു ചോദ്യോത്തര മത്സരത്തിലേക്കാണ് പോകുന്നത്. ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങൾ ഉത്തരം പറയും. നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രാർത്ഥന കൊണ്ട് സ്വയം വിശുദ്ധയാകുകയും തന്റെ മകനെ വിശുദ്ധനാക്കുകയും ചെയ്ത വിശുദ്ധ ആരാണ്? മോനിക്ക പുണ്യവതി. സമ്മാനം കൊടുക്കണ്ടേ? നമുക്ക് സമ്മാനം കൊടുക്കണ്ടേ? ഓക്കെ, നമുക്ക് നമ്മുടെ പ്രിൻസിപ്പൽ മാഷിനെ വിളിക്കാം. ബാറ്റിസം യൂണിറ്റിനെ കുറിച്ചും ഇവിടെ നടക്കുന്ന കോ കരിക്കുലർ ആക്ടിവിറ്റീസിനെ കുറിച്ചും നിങ്ങളെ ശാലും പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാമോ? വളരെ മനോഹരമായിട്ടാണ് വിശ്വാസ പരിശീലന ടീം മുന്നോട്ട് പോകുന്നത്. എനിക്കിതൊരു ലഹരിയാണ് കാറ്റഗിസം എന്ന് പറയുന്നത്. കാരണം എൻ്റെ ഭാര്യ പറയും, ഞായറാഴ്ച ഓണാവണമെങ്കിൽ അലാം വേണ്ട. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കാറ്റഗിസം ഉള്ളത് കൊണ്ട് ഞായറാഴ്ച വളരെ ലൈവാണ്. എൻ്റെ കാര്യം മാത്രമല്ല, 34 അധ്യാപകർ വളരെ തോളോട് തോൾ ചേർന്ന് ഞങ്ങളുടെ വികാരിച്ചൻ്റെയും കൊച്ചച്ഛൻ്റെയും കൂടെ ഇവിടെ നമ്മുടെ കുട്ടികളെ വിശ്വാസ പരിശീലനത്തിലേക്കായിട്ട് വളർത്തുകയാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. 14 പുരുഷ അധ്യാപകർ നമ്മുടെ എരുമപ്പെട്ടി വിശ്വാസ പരിശീലന ടീമിൻ്റെ വലിയ ഒരു വാഗ്ദാനമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഇന്ന് ദാനധർമ്മത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. തമ്പുരാൻ ദാനമായി തരാത്തത് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങളത്ര കഴിവുള്ളവരൊന്നല്ല. ഈശോയുടെ ഈ ഒരു വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമാക്കാൻ ഞങ്ങളെ തമ്പുരാൻ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ലൈം ലൈറ്റിൽ വന്നത് എന്നുള്ളതിൽ ഏറ്റവും സ്നേഹത്തോടെ തമ്പുരാന് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാ വർഷവും ഞങ്ങൾ തിരുഹൃദയ തിരുനാളിനോടനുബന്ധിച്ച് ഓരോ സെൻറ്ററുകൾ വിസിറ്റ് ചെയ്യാൻ പോകാറുണ്ട്. ഈ കഴിഞ്ഞ തിരുനാളിനോടനുബന്ധിച്ച് ഞങ്ങൾ പുല്ലഴി മാനസിക ആരോഗ്യ കേന്ദ്രമാണ് വിസിറ്റ് ചെയ്തത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം എല്ലാ കുട്ടികളും തങ്ങളുടെ ഒരു പങ്ക് കുർബാനയുടെ സമയത്ത് കാഴ്ച സമർപ്പണമായിട്ട് നടത്തുകയും അതെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ അവരുടെ അടുത്ത് പോയി അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അവർക്ക് വേണ്ടി ഞങ്ങളുടെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സമയവും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും എല്ലാം അതൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്ത് അവരുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. അത് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വലിയൊരു ഗിഫ്റ്റായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അത് തിരിച്ചു വരുമെന്നുള്ള ഒരു സന്തോഷവും ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ എല്ലാവരും നടത്തുന്നതാണ് അസംബ്ലികൾ നടത്താറുണ്ട്. ഞങ്ങൾ ഈ വർഷം അസംബ്ലികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓരോ വിശുദ്ധരെ കുറിച്ച് ദൃശ്യാവിഷ്കാരമായിട്ടാണ് ഞങ്ങൾ അവതരിപ്പിക്കാറ്. അത് ക്ലാസ്സിലെ അധ്യാപകർ നല്ലൊരു എഫേർട്ട് എടുത്തിട്ടാണ് ഒരാഴ്ചത്തോളം അവർ വർക്ക് ചെയ്ത്. ഇപ്പോൾ ഈ ആഴ്ച നമ്മൾ മരിയ ഗൊരേത്തെ കുറിച്ച് കാണിച്ചു. കഴിഞ്ഞ ആഴ്ച വിശുദ്ധ തോമസ് ശ്ലീഹ, അതിന് മുൻപ് സെൻറ്റ് പോൾ, സെൻറ്റ് പീറ്റർ. വളരെ മനോഹരമായി ചുരുങ്ങിയ സമയം കൊണ്ട് ഈ വിശുദ്ധരെ നിങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ തത്വത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസ പരിശീലനം തിയററ്റിക്കൽ എന്നുള്ളതിൽ നിന്നും വ്യത്യസ്തമായി പ്രായോഗികമായി ജീവിതഗന്ധിയായിട്ടാണ് എരുമപ്പെട്ടി തിരുഹൃദയം വിശ്വാസ പരിശീലന ടീം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനെ ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളുടെ വികാരിച്ചനെയും കൊച്ചച്ഛനെയും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ഒപ്പമുള്ള ഞങ്ങളുടെ ടീമിനെയും താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാണ് കേട്ടോ. സ്വർഗത്തിലേക്ക് പോകാനായിട്ട് നമ്മളെ കുറുക്കു വഴി പഠിപ്പിച്ചത് ആരാണ്? വിശുദ്ധ കൊച്ചുത്രേസ്യ. നല്ലൊരു കൈയടി കൊടുക്കാം. ഓക്കെ, ഈ മോൾക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ സീനിയർ മോസ്റ്റ് ടീച്ചറാണ്. നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ അഡിക്ഷൻ ഭയങ്കരമായിട്ട് കൂടി വരുന്ന കാലമാണ്. മൊബൈൽ ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും. അപ്പോൾ അതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഇന്നത്തെ ഏറ്റവും പരമപ്രധാനമായ ഒരു ഇതാണ് മൊബൈൽ. ഒരു 10 വർഷം മുന്നേയൊക്കെ ആണെങ്കിൽ മൊബൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് പാടില്ല, ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ പാടില്ല, ആകെ റിജക്ഷൻ മനോഭാവമായിരുന്നു. ഇപ്പം അതല്ല, മൊബൈൽ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരു സന്തത സഹചാരി പോലെയാണ്. പക്ഷേ അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു പരിശീലനം കുട്ടികൾക്ക് മാത്രമല്ല മാതാപിതാക്കൾക്കും കൊടുക്കേണ്ട കാലഘട്ടമാണ്. കാരണം അവരുടെ കുട്ടികളെ ഏറ്റവും അധികം ശ്രദ്ധിച്ച് നിരീക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് മാതാപിതാക്കൾ. അവരിന്ന് അതിനെ അഡിക്റ്റാണ് എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ, താങ്ക് യു മാഷേ. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജന്മദേശം ഏതാണ്? അർജന്റീന. ഉറപ്പാണോ? നല്ലൊരു കൈഡി കൊടുക്കാം നമുക്ക്. വിശ്വാസ പരിശീലനത്തിൽ നമ്മൾ നേരിടുന്ന അത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ സിസ്റ്റർക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? തൃശ്ശൂരൊക്കെ ആണെങ്കിലും +2 12ാം ക്ലാസ്സിൽ കഴിഞ്ഞ് ACC ഉണ്ട്. അതിന് വരുമ്പോഴത്തേനും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. പിന്നെ അതിനുശേഷമാണെങ്കിലും ഇത്രയും നാളും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് എടുക്കാതെ കുട്ടികൾ വിശുദ്ധ കുർബാനയ്ക്ക് വീണ്ടും പള്ളിക്ക് പുറത്തേക്ക് പോയി നിൽക്കുന്ന ഒരു കാര്യം വേദനയോടുകൂടിയാണ് നമുക്ക് കാണാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും പറ്റുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഈ 10-12 വർഷം മക്കൾ ഇവിടെ പഠിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ എന്ത് കിട്ടുന്നു? അത്
എങ്ങനെയാണ് നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് കുറച്ചും കൂടി അവർക്കൊരു ഹൃദയസ്പർശിയായിട്ട് അല്ലെങ്കിൽ ജീവിതഗന്ധിയായിട്ട് ഈ വിശ്വാസ പരിശീലനം മാറ്റിയെടുക്കണം, ഇനി അങ്ങോട്ടേക്ക് സഭയ്ക്ക് അതിന് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഏത് രീതിയിൽ മക്കളെ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കുറച്ചും കൂടി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ടതെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. ഒരു വിശുദ്ധയുടെ നാമത്തിൽ ഒരു ഫ്രൂട്ട് അറിയപ്പെടുന്നുണ്ട്, അതേതാണ് ആ പഴം? അൽഫോൺസ്. നല്ലൊരു കൈയടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ മോൾക്ക് സമ്മാനം കൊടുക്കാൻ പോകുന്നത് ബിൻസ് മാഷാണ്. മാഷ് നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ഓക്കെ മാഷെ, മാഷിന് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഈ കാറ്റിസം ടീച്ചർ ഇതിലേക്ക് വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാഷ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ കാറ്റിസം പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തോളമായി. അതിൻ്റെ ഇടയ്ക്ക് 1-2 ട്രാൻസ്ഫറുകളൊക്കെ വന്നപ്പോൾ കുറച്ച് ദൂരെ പോയി ജോലി ചെയ്യേണ്ട അവസരങ്ങളുണ്ടായി. അപ്പം മാത്രമാണ് ഈ കാറ്റിസം ടീമിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ പരസ്പര സ്നേഹവും കൂട്ടായ്മയും കൂട്ടുത്തരവാദിത്വം ഒക്കെയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇവിടുത്തെ കുട്ടികളെ ഞങ്ങൾ വിശ്വാസം പരിശീലിപ്പിക്കുക എന്നതിലുപരി വിശ്വാസം ജീവിക്കാൻ പഠിപ്പിക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യും. പല അധ്യാപകരും പല കുട്ടികളുടെ വീടുകളിൽ പോവുകയും അവരുടെ വിഷമങ്ങൾ അറിയുകയും അവരോടുമായി ഇടപഴകുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയുടെ വിശ്വാസ സമൂഹം അല്ലെങ്കിൽ വിശ്വാസ കൂട്ടായ്മ എന്ന് പറയുന്നത്, വിശ്വാസ പരിശീലകരുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് കുട്ടികളെ ചേർത്ത് നിർത്തുകയും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ആളുകളുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു പോസിറ്റീവ് എനർജിയും ഒരു സന്തോഷവും ഒക്കെ നമുക്ക് തോന്നാറുണ്ട്. ഏറ്റവും കൂടുതൽ വൈദികരുള്ള രാജ്യം ഏതാണ്? നൈജീരിയ. ഓക്കെ, നല്ലൊരു കൈഡി കൊടുക്കാം. ഈ മൗന സമ്മാനം കൊടുക്കാനായിട്ട് ഏറ്റവും യങ് ആയിട്ടുള്ള ടീച്ചറെ നമുക്ക് വിളിക്കാം. ടീച്ചറെ, ഈ ഒരു കാറ്റിസം പഠിപ്പിക്കാന്നുള്ളൊരു ഇതിലേക്ക് ടീച്ചർ വരാനുള്ള ഒരു റീസൺ എന്ന് പറയാമോ? നമ്മുടെ ലൈഫിൽ നമ്മൾ ദശാംശം കൊടുക്കുന്നുണ്ടല്ലോ, നമ്മുടെ സമയത്തിൻ്റെ ഒരു ദശാംശം ഈശോയ്ക്ക് കൊടുക്കുക എന്നുള്ളൊരു ആശയം കൊണ്ട് ഒരിഷ്ടം തോന്നി കാറ്റിസം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. വേണ്ടാന്ന് വെക്കാനായിട്ട് പറ്റുന്നില്ല, ഒരു സ്ട്രോങ് അട്രാക്ഷനാണ്. അപ്പോൾ എന്നും സൺഡേ ഈ കുഞ്ഞു കുട്ടികളുടെ കൂടെ ഒന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്നുള്ളൊരു ഇതിൽ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കും. So let's praise. ദാനധർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കേട്ടത്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു ദേവാലയത്തിൽ മറ്റൊരു ചർച്ചയായി നമുക്ക് കണ്ടുവെത്താം. അതുവരെ ഈശോയുടെ കൂടെ ഇരിക്കുക, ഈശോയുടെ ഒപ്പമായിരിക്കുക. ഗുഡ് ബൈ.